ഇപ്രാവശ്യം ഓണത്തിൻ്റെ പായസം നമ്മുടെ അസോസിയേഷൻ്റെ വകയായിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇഷ്ടം പോലെ തേങ്ങാവെള്ളം. അപ്പോൾ അത് കണ്ടപ്പോൾ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനൊരു 3 കുപ്പിക്കകത്താക്കി വെച്ചു. ഓണത്തിൻ്റെ അന്ന് വെച്ചതാണ്. ഓരോന്നുള്ള ഈസ്റ്റ് ഓരോ കുപ്പിക്കകത്തേക്ക് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് 3 കുപ്പിയും കൂടെ അവിടെ വെച്ചു. തിരുവോണം, അവിട്ടം, ചതയത്തിൻ്റെ അന്ന് വൈകുന്നേരമാണ് എടുത്ത് ഞാനിതൊന്ന് അരിച്ചൊഴിക്കുക. ഇപ്പം അരിച്ചൊഴിക്കുമ്പം ഇതിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ശരിക്കും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ പോലെയുള്ള ഒരു കൊഴുപ്പായി, ചെറിയൊരു പുളിമണമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഒരു കാര്യം, ഇതൊന്ന് നമ്മൾ ടൈറ്റായിട്ട് ഒരിക്കലും അടച്ചു വെക്കരുത്. ഇത് പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് കുഴപ്പമില്ല. തുറക്കുമ്പം നല്ല ഈ സോഡാ കുപ്പി പൊട്ടിക്കുന്ന പോലെയുള്ള ഗ്യാസ് വരുന്നുണ്ട്. ഒരു കാരണവശാലും ടൈറ്റായിട്ട് അടച്ചു വയ്ക്കരുത്. ചില്ലുകുപ്പി എങ്ങാനും ആണെങ്കിൽ പൊട്ടിയെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. പണ്ട് അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണ്. അങ്ങനെയാണ് തേങ്ങാവെള്ളത്തിൽ നിന്ന് വിനാഗിരി ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ മനസ്സിലായത്. അപ്പം നല്ല ഒരു അരിപ്പയുടെ മുകളിലേക്ക് തുണി വെച്ചിട്ട് ഞാൻ ഇതങ്ങ് അരിച്ചൊഴിക്കുകയാണ്. 3 കുപ്പിയും അരിച്ചങ്ങ് ഒഴിച്ചു. അവസാന ഭാഗം കണ്ടോ നല്ല കട്ടിക്ക് കിടക്കുന്നുണ്ടോ, അത് നമ്മളെടുക്കില്ല, അതങ്ങ് മാറ്റി. അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുപ്പിക്കകത്തേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു വെച്ചു. ഇപ്പോൾ ഇത് വീണ്ടും ഒരു 5 ദിവസം കഴിഞ്ഞപ്പം ഞാൻ അരിച്ചതാണ് ഈ കാണുന്നത്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ മട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങ് മാറ്റി. വീണ്ടും ഇങ്ങനെ ഒരു 5 ദിവസം കൂടുമ്പം അരിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 22 ദിവസത്തോളമായി. അപ്പോൾ ഞാൻ ആ ദിവസം ആണിത് കണ്ടോ അരിച്ച് കിട്ടിയേക്കുന്നത് കണ്ടോ. ഒരു 4 പ്രാവശ്യം അരിച്ചപ്പോൾ കിട്ടിയതാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഇത് കണ്ടോ. 3 കുപ്പിയിലുണ്ടായിരുന്നത് പിന്നീട് ഒരു 2.5 കുപ്പിയായി. കാരണം അടിയിലുള്ള മട്ട് നമ്മൾ എടുക്കാതെ ഊറ്റിയല്ലേ എടുക്കുന്നത്. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ചില്ലുകുപ്പി ആയിരുന്നെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഈ അടുപ്പിൻ പാചകത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ അത് നല്ലപോലെ തെളിഞ്ഞ് വരും, എന്നിട്ട് അടിയിൽ ഊറി വരും. ഇതിപ്പോൾ അങ്ങനെ പറ്റില്ല, പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് ശരിക്കും ടൈറ്റായിട്ട് അടയ്ക്കാതെ കുറച്ച് മാത്രം അടച്ചുകൊണ്ട് വേണം വെക്കാൻ. ഇപ്പോൾ ഇത് കണ്ടോ, അധികമൊന്നും മട്ടില്ല ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ മട്ടുള്ളതെല്ലാം ഒരുമിച്ചൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ അതങ്ങ് മാറ്റി വയ്ക്കുകയാണ്. അല്ലാതെ എനിക്ക് ഏകദേശം ഒരു 1.5 കുപ്പിയോളം ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല തെളിഞ്ഞ്, പിന്നെ ഇത് കുറച്ചുകൂടെ തെളിയും ഇരുന്നിട്ടുണ്ടെങ്കിൽ. എന്നാലും തേങ്ങാവെള്ളം ആയതുകൊണ്ട് ഇത്രയൊക്കെ ഏകദേശം ഒരു ശകലം കൂടെയൊക്കെ കളർ തെളിയുള്ളൂ. അപ്പം ആരോഗ്യ ഗുണങ്ങളേറെയുള്ള നല്ല നാച്ചുറലായിട്ടുള്ള വിനാഗിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലായില്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.